എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീറ്ററോ അല്ലെങ്കിൽ നമ്മൾ മിക്സിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ബേക്കറികളിലൊക്കെ കാണാനും നമുക്കിതുപോലെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3/4 കപ്പ് ഷുഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നല്ല നൈസായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പൊടിക്കാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചില സമയങ്ങളിൽ നമ്മൾ ആ ഒരു ഷുഗറുമായിട്ട് അങ്ങോട്ട് മെൽറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പൊടിച്ച് തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതിവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഒരു 1/2 കപ്പോളം പാലെടുത്ത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 1/2 കപ്പ് തന്നെ വേണമെന്നില്ല, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് പറയാം കേട്ടോ അത് എത്ര വേണമെന്നുള്ളത്. ഇനി വേണ്ടത് നമുക്കൊരു 50 ഗ്രാം ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ അത് 50 ഗ്രാമാണ്. ഇത് 100 ഗ്രാമിൻ്റെതാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ വേറൊരു ആവശ്യം കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി 50 ഗ്രാം ഞാൻ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു ബട്ടർ ഒന്ന് ഉരുകി വരണം. ആ ഒരു മിൽക്ക് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായാലും കൂടെ മതി കേട്ടോ. അപ്പോഴത്തേക്കും ആ ബട്ടർ ഒന്ന് നല്ലപോലെ ഒന്ന് ഉരുകി വന്നോളും. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് മുഴുവനും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും മതി. ഇത് ആ ഒരു ബട്ടർ നല്ലപോലെ ഒന്ന് ഇതിനകത്തേക്കൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് 2 എഗ്ഗാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തൊണ്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അത് മാറ്റി കൊടുത്ത് നമുക്ക് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ എഗ്ഗും ഇതേപോലെ തന്നെ നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് കേക്കിനൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ബീറ്ററൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതുപോലത്തെ ഒരു വിസ്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു 2 എഗ്ഗിനെ നമുക്ക് നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഏകദേശം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടിനെയും കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മളിതാ പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗറാണ്. 3/4 കപ്പ് ഷുഗർ എടുത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കപ്പ് ഷുഗർ നമുക്ക് പൗഡർ കിട്ടും. അപ്പോൾ ആ ഒരു കപ്പ് ഷുഗർ പൗഡറാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ഒരു എഗ്ഗും പിന്നെ നമ്മുടെ ആ ഒരു ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ലപോലെ ഒന്ന് ക്രീമി ഒരു ടെക്സ്ചറിലായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് വരെ നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബീറ്ററില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സീൻ്റെ ജാറിനകത്ത് ഇട്ടിട്ട് ആക്കിയാലും മതി കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ബാക്കി ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 200 ഡിഗ്രി ഒന്ന് 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഇതുപോലെ നല്ല അടച്ചുറപ്പുള്ളൊരു പാത്രം എടുക്കുക, അലുമിനിയം പാത്രം എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു റിങ്ങോ എന്തെങ്കിലും ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ പ്ലേറ്റ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ഇതായിരുന്നു. ഇപ്പോൾ ഓവൻ വന്നതിന് ശേഷം ഞാൻ ഇതിനകത്ത് വെക്കാതെ ആയിരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്ലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിങ്ങുകളാണെങ്കിലും മതി, നമുക്കിതുപോലെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഒരുപാട് നേരം ഇതുപോലെ ഒന്നാക്കി കഴിയുന്ന സമയത്ത് ഇതുപോലെയുള്ള ഈ ഒരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടീ കേക്കിനൊക്കെ എപ്പോഴും നല്ലത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബട്ടർ സ്കോച്ചിനോ അല്ലെങ്കിൽ വാനില ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഏറ്റവും ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പൈനാപ്പിളിൻ്റെ എസൻസ് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു 1/2 ടീസ്പൂണോളം പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയാലും മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ, അതേപോലെ ബേക്കിംഗ് പൗഡറുമാണ്. അപ്പോൾ നമ്മളിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടൊന്നുമില്ല. നമ്മളിത് ഡയറക്റ്റായിട്ട് തന്നെ ഒരരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് അതേപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡേൻ്റെ ഒന്നും ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് അരിച്ച് നമുക്ക് ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് പകുതി നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ആദ്യം പകുതി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ആ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ടാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടുന്നുണ്ട്.
നമ്മൾ ഈ സ്പാച്ചിലൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു മൈദയും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് അരിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇടുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറച്ച് തിക്കായിട്ട് വരും. പക്ഷേ അത് തിക്കായിട്ടുണ്ടെങ്കിലും നമുക്കിതിനകത്തേക്ക് കുറച്ചും കൂടെ നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടറും ആ ഒരു മിൽക്കിൻ്റെയും കൂടെ ഒരു നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തിക്കായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബട്ടറും ഒരു പാലിൻ്റെ മിക്സുമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചൂടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ആദ്യം ഒരു പകുതി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം എനിക്കിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണോളാണ് ഈ ഒരു മിക്സ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്താണെങ്കിലും ഇതേപോലെ 50 ഗ്രാം ബട്ടറും 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ, അതായത് 4 2 6 ടേബിൾ സ്പൂൺ നമ്മളുടെ പാലാണെങ്കിലും ഇതിന് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. ഈ അരക്കപ്പ് തന്നെ എടുത്താലും കുറച്ചൊന്ന് ബാക്കി വരുമെന്ന് മാത്രമേ ഉള്ളൂ. 2 ടേബിൾ സ്പൂണോളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ നല്ല കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല അത്യാവശ്യം കുറച്ച് ലൂസാണ്, ഒരുപാട് തിക്കുമല്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ടിന്നകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ്, അല്ലെങ്കിൽ നമുക്ക് നോർമലി ആയിട്ടുള്ള നമ്മളെ അലുമിനിയത്തിൻ്റെ ആ ഒരു കേക്കിൻ്റെ ടിന്നിലാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ആ ഒരു അലുമിനിയത്തിൻ്റെ ഇതിനകത്ത് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇതിനകത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഫ്രോസ്റ്റിങ് ചെയ്യാത്ത കേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിലാണ് കുറച്ചും കൂടി ഒന്ന് ആ ഒരു മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് നല്ല ഇച്ചിരി ഒന്ന് കളറൊക്കെ മാറി ഒന്ന് റെഡി ആവണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് നല്ലപോലെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ആ ഒരു നമ്മുടെ കേക്കിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മളൊരു തുണി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് ഒരു 180 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് താമസം ഉണ്ടാവും ഇതൊന്ന് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ഓവനിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രോസ്റ്റിങ് ചെയ്യാത്ത കേക്കൊക്കെ നമ്മളിതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ താഴ്ഭാഗത്തേക്ക് ഇത് ഹാർഡാവോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു മോൾ ഭാഗം ഒന്ന് ഇതുപോലെ ആക്കി എടുക്കുന്നതായിരിക്കും നമുക്ക് കഴിക്കാനും ഒരു സുഖം ഉണ്ടാവും കേട്ടോ ഇതുപോലെ ചെയ്യുന്ന കേക്കിന്. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ കേക്ക് ഇവിടെ നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ഒരു നല്ലൊരു എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു ബേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡോട്ട് കാണുന്നത് പൊടിയാതെ കിടന്ന ഷുഗറാണ് കേട്ടോ, അതാണ് ഇതുപോലെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതാ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. മോൾ ഭാഗം മാത്രം ഒരു കുറച്ച് ഞാൻ ആ ഒരു കളറിലാക്കി എടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒട്ടലൊക്കെ സംഭവിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിനി ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടീ കേക്കിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ബേക്കറിയിലൊക്കെ ഇരിക്കുന്നത്, അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഉൾഭാഷമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ആ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ മുകൾഭാഷ ഇച്ചിരി കളറ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉൾഭാഷത്തൊന്നും യാതൊരു പ്രശ്നവും വന്നിട്ടും ഇല്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ടീ കേക്കിൻ്റെ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് 4 5 ആക്കി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അതിനകത്തുനിന്ന് ഞാനൊരു പീസ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റർ ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല കേക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിൽ നല്ലത് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ. ഈ ഉണ്ടാക്കി അന്ന് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എസൻസിൻ്റെ ഒരു കുറച്ച് കുത്തു ചൊവയോ നമ്മൾ പറയില്ല, അങ്ങനെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കും. പക്ഷേ കറക്റ്റ് നമുക്ക് ആ ഒരു കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ നമുക്ക് കേക്കൊക്കെ എപ്പോഴും നല്ലത്. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോഴാണ് മധുരവും കറക്റ്റായിട്ട് തന്നെ വരിക. അപ്പോൾ ഈ ഒരു അളവിൽ മധുരമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കേക്കിന്.
അപ്പോൾ ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.